അങ്ങനെ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ആസിഫിലെ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർക്കിട്ട് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 8 ചിത്രം വേലുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ലാലേട്ടൻ അമൽനീരത് കോമ്പോയിൽ ഒരു വമ്പൻ ചിത്രത്തിന്റെ വരാൻ പോവുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് ഈ വരുന്ന ഒക്ടോബർ മാസം മുതലായിരിക്കുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഫഹദ് ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ഫഹദ് എത്താനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒക്ടോബറിലാണ്. ആ സമയത്ത് ഫഹദിന് മറ്റ് ചിത്രങ്ങളുടെ തിരക്ക് കാരണം ഈ ഒരു ചിത്രത്തിൽ വരാൻ ചാൻസ് കുറവാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഫഹദ് വന്നില്ലെങ്കിൽ മറ്റൊരു യങ് ഹീറോ ഫഹദിന്റെ റോളിലോട്ട് വരുമെന്നൊക്കെ അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. കൂടാതെ തന്നെ സൗബിനൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലായിട്ട് എത്തുമെന്നും ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആശീർവാദ് സിനിമാസും അമലിന്റെ പ്രൊഡക്ഷൻസ് ഒക്കെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. രാമായണത്തെ ബേസ് ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാമായണ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നായകൻ എത്തുന്നത് രൺബീർ കപൂറാണ്, നായിക എത്തുന്നത് സായി പല്ലവിയാണ്, രാവണന്റെ വേഷത്തിൽ എത്തുന്നത് യാഷ് ആണ്. ഈ ഒരു ചിത്രത്തിൽ നായികയെ സായി പല്ലവിക്ക് മുമ്പേ തന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള മറ്റൊരു ആക്ട്രസ് ആയിരുന്നു KGF സിനിമയിലൊക്കെ നായികയെ എത്തിയിട്ടുള്ള ശ്രീനിധി ഷെട്ടി. പക്ഷേ പുള്ളിക്കാരി ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കാനുള്ള സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ ശ്രീനിധി ഷെട്ടിയൊക്കെ നായികയെ വരുമെന്നും എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിലാണ് KGFന്റെ രണ്ടാം ഭാഗമൊക്കെ പുറത്തിറങ്ങിയിട്ട് യാഷിന്റെ ശ്രീനിധി ഷെട്ടിയുടെ ഒക്കെ ഒരു കോംബോ എല്ലാവർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടതും ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു കോംബോ നല്ല രീതിയിൽ ഇറച്ചു വയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ രൺബീർ കപൂർ നായകനായും ശ്രീനിധി ഷെട്ടി നായികയായും, അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാഷ് ഇപ്പോൾ വില്ലനായിട്ടൊക്കെ വന്ന ഒരു എല്ലാവർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും ഓർത്ത് ആ ഒരു റോളിൽ നിന്ന് മാറുകയും പിന്നീട് സായി പല്ലവി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീനിധി ഷെട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു റോളിൽ എന്നെക്കാട്ടിലും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സായി പല്ലവി തന്നെയാണെന്നാണ്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന് വേണ്ടി എല്ലാവരും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ ഒരു ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടായിരിക്കും തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രം ഒരു 2 പാർട്ടുകളായിട്ടൊക്കെയാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ ചിത്രത്തിന്റെ ടീം ആയാലും പ്ലാൻ ചെയ്യുന്നത്. നാനി നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹിറ്റ് ചിത്രത്തിന്റെ 3ാം ഭാഗം. ഈ ഒരു ചിത്രത്തിന് ശേഷം നാനി നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദി പാരഡൈസ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ നാനി ജോയിൻ ചെയ്യുക ഈ വരുന്ന മെയ് മിഡ് മുതലായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് അനിരുദ്ധാണ്. ഈ ഒരു ചിത്രം ഒന്നെങ്കിൽ ഈ ഒരു വർഷം അവസാനമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതടുത്തൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കുമെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു റൂമർ അപ്ഡേറ്റ് ആയാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ബാഹുബലി എന്ന ചിത്രം. പക്ഷേ ബാഹുബലി എന്ന ചിത്രം ഇന്ത്യൻ സിനിമയെ മാത്രമല്ലായിരുന്നു മാറ്റിമറിച്ചിട്ടുള്ളത്, പ്രഭാസ് എന്ന ആക്ടറിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം പലവരും ചിലപ്പോൾ ആ ടൈമിൽ വലിയ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ചിലവരൊക്കെ നമ്മുടെ കേരളത്തിൽ ഭയങ്കര വലിയ വിജയമായെന്ന് ചോദിച്ചാൽ അന്ന് എല്ലാവരും വലുതായിട്ടൊന്നും ഈ പടത്തെ ശ്രദ്ധിച്ചില്ലായിരുന്നു. പലവരും തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം വീണ്ടും റിലീസായി തിയേറ്ററിലേക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം റിലീസിനെത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഗ്രാൻഡ് ആയിട്ടായിരിക്കും ചിത്രം മിക്കവാറും റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പോകുന്നത്. ദുൽഖർ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. RDX സിനിമയുടെ സംവിധാനമായിട്ടുള്ള നഹാസ് ഹിദായത്താണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന മെയ് 3 മുതൽ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഷെഡ്യൂളിൽ ദുൽഖർ ജോയിൻ ചെയ്യത്തില്ല. ഒരു മെയ് മിഡോടെയൊക്കെ ആയിരിക്കും ദുൽഖർ ഈ ഒരു ചിത്രത്തിലോട്ട് ജോയിൻ ചെയ്യുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ട്രിവാൻഡ്രം, കൊച്ചി, ഹൈദരാബാദ് ഒക്കെയാണ് ചിത്രത്തിന്റെ മെയിൻ ലൊക്കേഷനായി വരിക എന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം വലിയൊരു സ്കെയിലിൽ തന്നെ ഒരുങ്ങുന്ന ഒരു സ്പോർട്സ് ത്രില്ലർ ചിത്രം തന്നെയാണ്. ലാലേട്ടൻ നായകനെ ഒരു വലിയ റെസ്പോൺസോടെ തിയേറ്ററിൽ ഇപ്പോൾ ഹൗസ്ഫുൾ ഷോസ് പിന്നിടുന്ന ഒരു ചിത്രമാണ് തുടരും എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ മാത്രം ഏകദേശം നടന്നിട്ടുള്ള 272 ഷോസ് ആയിരുന്നു. രണ്ടാമത്തെ ദിവസമായപ്പോൾ അത് 333 ഷോസ് ആക്കി ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ ദിവസമായപ്പോൾ അതിൽ ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു 340 ഷോസ്. പിന്നീട് നാലാമത്തെ ദിവസമായപ്പോൾ 285 ഷോസോളം ചിത്രത്തിന്റെ തിയേറ്ററിലായാലും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അങ്ങനെ ടോട്ടൽ 1230 ഷോസോളം ചിത്രത്തിന്റെ 4 ദിവസം കൊണ്ട് തന്നെ പിന്നിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു ഗാനം വീഡിയോ സോങ് നാളെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മാത്യു നോബ്സ് നായകനെ 3Dയിലൊക്കെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലൗലി എന്ന ചിത്രം. ഈ ഒരു ചിത്രം വരുന്ന മെയ് 2 തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരുന്നത്. പക്ഷേ ആ ഒരു റിലീസിന് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പോസ്റ്റ്പോണ്ട് ആക്കിയിരിക്കുകയാണ്. മെയ് 23 ചിത്രത്തിന്റെ റിലീസ് ആയാലും പോസ്റ്റ്പോണ്ട് ആക്കിയിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ലാലേട്ടനെ തുടരും എന്ന ചിത്രം ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ നാനയുടെ ഹിറ്റ് ചിത്രത്തിന്റെ 3ാം ഭാഗം വരുന്ന മെയ് 1 റിലീസിനെത്തും. കൂടാതെ തന്നെ സൂര്യയുടെ റെട്രോ ചിത്രമായി വരുന്ന മെയ് 1 റിലീസിനെത്തും. ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ലൗലി ചിത്രത്തിനാണ് കുറച്ച് ഹൈപ്പിലായാലും താഴെ നിൽക്കുന്നത്. ഈ ഒരു ചിത്രങ്ങളൊക്കെ കൂടെ ഇറങ്ങുകയാണെങ്കിലും മികച്ചൊരു റെസ്പോൺസ് കിട്ടിയാലും തിയേറ്ററിൽ
നല്ലൊരു കളക്ഷനിലോട്ട് ആ ഒരു ചിത്രത്തിന് എത്താൻ വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മെയ് 23 ആണെങ്കിൽ ആ സമയത്ത് വലിയ റിലീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു റെസ്പോൺസ് ഒക്കെ വരുവാണെങ്കിലും നല്ലൊരു വിജയമൊക്കെ ആ ഒരു ചിത്രത്തിന് നേടാൻ സാധിക്കുന്നതാണ്. വിജയ് നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലെ കൊടൈക്കനാലിലുള്ള ഷെഡ്യൂളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മെയ് 2 മുതലാണ് ആ ഒരു ഷെഡ്യൂളും ആരംഭിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഒരു 90% ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം അടുത്ത വർഷം പൊങ്കലിനാണ് വീഡിയോയായിട്ട് തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത്. അജിത് നായകനെ വലിയൊരു ഹൈപ്പോട് കൂടി തന്നെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം. ചിത്രത്തെ കുഴപ്പമില്ലാതെ ഡീസന്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 5 കോടി രൂപയൊക്കെ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 150 കോടി രൂപ മുകളിൽ ഗ്രോസ് കളക്ഷൻ ഒക്കെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം വേൾഡ് വൈഡ് കളക്ഷന് 245 കോടി രൂപ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ഉടനെ തന്നെ 250 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ജൂനിയർ NTR നായകനായി പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് NTR 31 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറെ അപ്ഡേറ്റുകളൊക്കെ ചിത്രത്തിന്റെ ടീമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളോടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം 20 ദിവസത്തോളം വരുന്ന ഷെഡ്യൂളുള്ള വലിയൊരു ആക്ഷൻ സീക്വൻസിന്റെ ഒരു ഷൂട്ടിംഗ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആ ഒരു ഷൂട്ടിംഗ് ജൂനിയർ NTR ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഇന്നു മുതൽ ഏകദേശം ഒരു 5 ദിവസത്തേക്കുള്ള നൈറ്റ് ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നു പോകുന്നത് കർണാടകയിൽ വെച്ചാണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ചിത്രമായിരുന്നു ബാഹുബലി ചിത്രം. ബാഹുബലി ചിത്രത്തിന്റെ 2ാം ഭാഗം റിലീസിന് എത്തിയിട്ട് ഇപ്പോൾ 8 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ചിത്രം അന്ന് ആന്ധ്ര നിസാം പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 312 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് ബോക്സ് ഓഫീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 150 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് മാത്രം 122 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 72 കോടി രൂപയോളം കളക്ട് ചെയ്ത് വലിയൊരു ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ വാല്യൂ ആയിട്ട് 1800 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രം ഗ്രോസ് കളക്ഷൻ നേടി. ആ ഒരു വർഷത്തെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും 2ാം സ്ഥാനത്ത് ഇപ്പോൾ ബാഹുബലി ചിത്രത്തിന്റെ 2ാം ഭാഗം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം തന്നെ ആയിട്ടുള്ള SS രാജമൗലിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് മഹാഭാരത എന്ന ചിത്രം. പല ആക്ടേഴ്സും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ഡ്രീം പ്രൊജക്ട് തന്നെയാണ്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. ഈ ഒരു SSMB 29 ഒക്കെ സിനിമ ചെയ്തിട്ട് ഈ ഒരു ചിത്രം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ ഒരു മഹാഭാരത എന്ന ചിത്രത്തിൽ നാനി ഉണ്ടായിരിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റ് വന്നതോടെ തന്നെ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ തന്നെയുണ്ട്. കൂടാതെ SS രാജമൗലിയുടെ പടമൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ വലിയൊരു വിജയമാകുമെന്നും എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ ചിത്രം SS രാജമൗലിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ചിത്രം ആയതുകൊണ്ട് തന്നെ പല മറ്റ് ബിഗ് സ്റ്റാർസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ അടുത്തൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു ചിത്രം വരാൻ പോകുന്നതെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഒക്കെ അധികം വൈകാതെ തന്നെ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക.